പഠിക്കാൻ അറിവ് നേടാൻ പ്രായപരിധി ഒരു പ്രശ്നമേ അല്ല. നമ്മളിനി പരിചയപ്പെടാൻ പോകുന്ന ആൾ ജോലിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ബിരുദാനന്തര ബിരുദ പഠനത്തിനെത്തിയ ഒരു മിടുക്കനാണ്. ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന അധ്യാപകനല്ല. നിങ്ങളെപ്പോലെ ഇനി 2 വർഷം ഒരുമിച്ച് പഠിക്കാൻ വന്ന ഒരു കുട്ടിയാണ്. ഇത് കൊല്ലം സ്വദേശി അനിൽകുമാർ. ജില്ലാ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഡയറക്ടർ പദവിയിൽ നിന്ന് വിരമിച്ചിട്ട് അധികമായില്ല. ഇപ്പോൾ അടൂർ സെന്റ് സിറിൽസ് കോളേജിലെ 1ാം വർഷ PG വിദ്യാർത്ഥി. പന്തളം NSS കോളേജിലായിരുന്നു അനിൽകുമാറിന്റെ ബിരുദ പഠനം. വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും BSc അഗ്രികൾച്ചർ കോഴ്സും. പിന്നാലെ ജോലിയിൽ പ്രവേശിച്ചു. പിന്നെ അങ്ങോട്ട് ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടമായിരുന്നു. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ചിന്തയാണ് ഉപരിപഠനത്തിലേക്ക് എത്തിച്ചത്. വീണ്ടും കോളേജിൽ ചേർന്ന് തന്നെ പഠിക്കാനുള്ള ഒരു അതിയായ മോഹം ഉണ്ടായി. എൻ്റെ മൂത്ത മോൻ തന്നെയാണ് എന്നെ ഈ കോളേജിലേക്ക് ചേർത്തത്. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കോളേജ് ജീവിതത്തിലേക്ക് വരുമ്പോൾ അനിൽകുമാറിന്റെ മൂത്ത മകന്റെ പ്രായം 24. പഠിപ്പിക്കുന്ന അധ്യാപകരിൽ പലരും അനിൽകുമാർ ബിരുദ പഠനം കഴിഞ്ഞതിനു ശേഷം ജനിച്ചവർ. പക്ഷേ അനിൽകുമാറിന് ഒട്ടും ആശങ്കയില്ല. എല്ലാവരുടെയും പിന്തുണയിൽ അനിൽകുമാർ വർഷങ്ങൾ പിറകോട്ട് പോയി പഴയ ക്യാമ്പസ് ജീവിതത്തിലേക്ക്. ഇപ്പം നമുക്ക് മനസ്സിലൊന്നുമില്ലല്ലോ. അന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പല ചിന്തകളും ഡിസ്ട്രാക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഇന്നിപ്പം മനസ്സിൽ പഠിക്കുക എങ്ങനെയും പഠിക്കുക എന്നുള്ള ഒറ്റ വിചാരം മാത്രം. പ്രായം കുറച്ച് കൂടുതലാണെങ്കിലും സംശയവും ജിജ്ഞാസയും ഒക്കെയുള്ള മിടുക്കനായ വിദ്യാർത്ഥിയാണെന്ന് അധ്യാപകരുടെ സാക്ഷ്യപ്പെടുത്തൽ. വളരെ അറ്റൻറ്റീവാണ്. ക്ലാസ്സൊക്കെ എന്ത് വളരെ കൃത്യമായിട്ട് നോട്ട് എഴുതുകയും വളരെ ശ്രദ്ധിക്കുകയും വളരെ അറ്റൻറ്റീവായിട്ടിരിക്കുന്ന ഞങ്ങൾക്ക് വളരെ എൻകറേജ്മെൻറ്റോടെയാണ് ഇങ്ങനെ ഒരാളെ പഠിപ്പിക്കാൻ. നമുക്കും വളരെ താല്പര്യം, വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങളെല്ലാവരും, എല്ലാ ടീച്ചേഴ്സും. ജൻസിയായ സഹപാഠികളും കട്ട സപ്പോർട്ട്. ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്. ഇനിയുള്ള ഡേയ്സ് എങ്ങനെ ഉണ്ടാവും, ഒരു 2 ജനറേഷൻ തമ്മിലുള്ളത് എങ്ങനെ ഉണ്ടാവും ആ ഇൻട്രാക്ഷൻ എന്നറിയാൻ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്. ഒരുപാട് പ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ വൈബിനൊത്ത് സാറ് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് കൂട്ടുകൂടെ, അതുപോലെ നല്ല ഇൻട്രസ്റ്റോടെ എല്ലാ കാര്യങ്ങളും ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്ന സാറായിട്ട് തോന്നിയിട്ടുണ്ട്. അനിൽകുമാറിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, തുടരുകയാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. ഇപ്പോഴും ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആളുകളും ഈ റിട്ടയർമെൻറ്റ് വാങ്ങുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു ധാരണാപേശ കൊണ്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റീറ്റയർ ചെയ്യിച്ചാലും നമ്മൾ നേരെയാകത്തില്ല, നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി ഏതാണ്ട് ജീവിതമൊക്കെ കഴിഞ്ഞു എന്ന രീതിയിലാവും അവരുടെ കാര്യക്ഷമത കുറവ്. എന്നാൽ കാലം മാറുകയാണ്. നമുക്കറിയുന്ന പോലെ ഈ 50കൾ പോലും, അതായത് നമ്മൾ ഈ റിട്ടയർ ചെയ്യുന്ന കാലമൊക്കെ തന്നെ ചെറുപ്പമായിട്ട് വേണം വിധി എഴുതാൻ. അപ്പോൾ 80കളും 90കളും അതുപോലെ നമ്മൾ സെഞ്ചുറി തികച്ചാലും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യക്ഷമത സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം ഈ കോളേജുകളിലൊക്കെ ചേർന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ വീണ്ടും ഒരു വസന്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മോഡലാക്കണം. അതായത് റിട്ടയർ ചെയ്യുന്നവരും ഔദ്യോഗികമായ ഒരു സംഭവം മാത്രമായി കണ്ട് ജീവിതത്തിൻ്റെ 2ാം പകുതി ആരംഭിക്കുകയാണ് എന്നൊരു ചിന്തയിൽ മുന്നോട്ട് പോകാൻ ആളുകൾക്കാകട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാര്യം ലോകാരോഗ്യ സംഘടന ഈ 50കളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ ചെറുപ്പക്കാരായിട്ടാണ് കാണുന്നത് എന്ന കാര്യവും നമ്മൾ മറന്നുകൂടാ. ഇനിയുടെ വേള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.